എങ്കിൽ മറ്റുള്ള സമുദായത്തിൻ്റെ ആയുസ് എന്നുള്ളത് അത് 1000-ൻ്റെയും 500-ൻ്റെയും ഇടയിലാണെങ്കിൽ എങ്ങനെയാണ് അങ്ങയുടെ സമുദായത്തിന് അതായത് ഞങ്ങൾക്ക് മറ്റുള്ള സമുദായവുമായി തുല്യമാകാൻ സാധിക്കുക എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ലാഹു റസൂൽ അവിടുന്ന് പറഞ്ഞുകൊടുക്കുന്നുണ്ടായി, അല്ലയോ സഹാബ, എൻ്റെ സമുദായത്തിന് ഒരു മാസം വരാനുണ്ട്. ആ മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട റമളാൻ മാസം എന്നുള്ളത്. ആ മാസത്തിലൊരു രാവുണ്ട്. ആ രാവാണ് ലൈലത്തുൽ ഖദ്ർ എന്നുള്ളത്. ആ രാവിലെ ആരെങ്കിലും ഒരാൾ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ ഖൈറും മിൻ അൽഫി ശഹർ, ആ രാത്രിക്ക് അല്ലാഹു തആല കൊടുത്ത പ്രതിഫലം എന്നുള്ളത് അത് 1000 മാസങ്ങൾ ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ്. മുഅ്മിനീങ്ങളെ, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന ഓരോ രാവിലും നാം അല്ലാഹു തആലയിലേക്ക് വളരെയധികം അടുത്തുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിരിക്കുകയാണ്, ആരെങ്കിലും ഒരാൾ റമളാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആശ്രയിച്ചുകൊണ്ട് നോമ്പെടുക്കുകയാണെങ്കിൽ അവൻ അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലം എന്നുള്ളത് അത് അവൻ്റെ ഓരോ മുൻദോഷങ്ങളും പുറത്തു കൊടുക്കുന്നതാണ്. പിന്നീട് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്, ആരെങ്കിലും ഒരാൾ റമളാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആശ്രയിച്ചുകൊണ്ട് തറാവീഹ് നമസ്കരിക്കുകയാണെങ്കിൽ അവൻ അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലം എന്നുള്ളത് അത് അവൻ്റെ മുൻദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. മൂന്നാമതായി അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചു തരികയാണ്, ആരെങ്കിലും ഒരാൾ റമളാൻ മാസത്തിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആശ്രയിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദ്റിൽ ഇബാദത്ത് എടുക്കുകയാണെങ്കിൽ അവൻ അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലം എന്നുള്ളത് അവൻ്റെയും മുൻദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. അല്ലാഹു തആല പറയുകയാണ്, ആരെങ്കിലും ഒരാൾ റമളാൻ മാസത്തിൽ നോമ്പെടുക്കുകയാണെങ്കിൽ അവൻ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ വെച്ച് ഹൂറുൽ-ഐനുകളെ വിവാഹം ചെയ്തു കൊടുക്കുന്നതാണ്. ആരാണ് ഹൂറുൽ-ഐനുകൾ എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. സ്വർഗ്ഗത്തിൽ വെച്ച് നെങ്കി മറിയുന്ന മണവാട്ടികളാണ് അല്ലാഹു തആല ഓരോരുത്തർക്കും നിയോഗിച്ചിരിക്കുന്നത്. ആ 100 കണക്കിന് സേവകന്മാരാണ്. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, നാം ഓരോരുത്തരും റമളാൻ മാസത്തിൽ വളരെയധികം അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് തന്നെ ആകാൻ ശ്രമിക്കുക. അല്ലാഹു തആലക്ക് അത്രത്തോളം ഇഷ്ടമാണ് അവൻ്റെ അടിമകളോട്, അത്രത്തോളം വാത്സല്യമാണ്, അത്രത്തോളം കാരുണ്യമാണ്. അല്ലാഹു തആല ദുനിയാവിൽ വെച്ച് തന്നെ അവൻ്റെ അടിമകളെ സഹായിക്കുന്നുണ്ടല്ലോ. അതിനുള്ള ഉത്തമ ഉദാഹരണമല്ലേ നമ്മൾ ഇതിനിടെയായി വാർത്തകളിലൂടെ കണ്ടുവന്നത്. ഇസ്രായേലിലും ഫലസ്തീനിലും നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിനിടയിലെ ഇസ്രായേലിന്റെ ചാര സംഘടനയാകുന്ന മൊസാദ് അയൺ ഗ്രൂപ്പ് പോലും കണ്ടുപിടിച്ച അത്ര വലിയ പേരുകേട്ട ആ സംഘടനയെ ഹമാസ് എന്ന ഗസയിലെ യുവാക്കളുടെ ചെറിയൊരു സംഘടന മുട്ടുകുത്തി വെപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളും അവിടെയാണ് ചിന്തിക്കേണ്ടത്. അവിടെയാണ് അല്ലാഹു തആല അവൻ്റെ അടിമകളെ സഹായിച്ചത്. അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഗസക്കാരോട് വാഗ്ദാനം ചെയ്യുകയുണ്ടായി, നിങ്ങൾ ബന്ദിയാക്കിയിട്ടുള്ള ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഗസ എന്ന ചെറിയൊരു ശാന്തമായ രാജ്യത്തെ കത്തി നശിപ്പിക്കുമെന്ന ട്രംപിന്റെ വാഗ്ദാനത്തിന് അല്ലാഹു തആല തിരിച്ചടി കൊടുക്കുന്നത് നാം ഓരോരുത്തരും വാർത്തകളിലൂടെ കണ്ടതല്ലേ. ട്രംപിന്റെ വാഗ്ദാനത്തിന് 8 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക എന്ന മനോഹരമായ ആ വിപ്ലവങ്ങൾ നിറഞ്ഞ ആ ഒരു മനോഹരമായ രാജ്യത്തെ ഹോളിവുഡ് പാലസ് അടക്കം 40 ചില്ലാനം ഏക്കറുകൾ നിമിഷ നേരങ്ങൾ കൊണ്ട് ഒരൊറ്റൊരു കാട്ടുതീ കാരണം കത്തി നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ടതാണ് മുഅ്മിനീങ്ങളെ. അവിടെയാണ് അല്ലാഹു തആല അവൻ്റെ അടിമകളെ സഹായിച്ചത്. ആ സമയത്ത് പോലും ഗസയിലെ പാവപ്പെട്ട മനുഷ്യർ തളർന്നിരുന്നില്ല. അവരുടെ ആശ്രയം അല്ലാഹു ആയിരുന്നു. അവർക്കറിയാമായിരുന്നു കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ജീവജാലങ്ങളും മരണത്തിന് കീഴടങ്ങിയതാണെന്ന്. അവർ അറിയാമായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു ദിവസം ഞാനും നിങ്ങളും മരിക്കാനുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. ഓരോരുത്തരും അല്ലാഹുവിലേക്ക് അടുത്തുകൊണ്ട് ദുനിയാവിനെ വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക. ഹിയ ദുനിയ അഖല്ലു മിനൽ ഖലീൽ വഅശിഖു അസല്ലു മിനൽ സലീൽ എന്ന ശാരീരങ്ങൾ നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. ദുനിയാവ് എന്നുള്ളത് അത് ചെറുതിൽ വെച്ച് ഏറ്റവും ചെറുതാണ്. അതിനെ പ്രണയിക്കുന്നവനെ എന്നുള്ളത് നിന്നിൽ വെച്ച് ഏറ്റവും നിന്നീരാണെന്ന് ശാരീരങ്ങളിൽ നമ്മെ പഠിപ്പിച്ചിരുന്നുണ്ടോ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോരുത്തരും ദുനിയാവിനെ വെടിഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്കായി തഖ്വയോടെ ജീവിക്കാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ പ്രസംഗത്തെ നീട്ടിക്കൊണ്ടു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ആത്മസംഭവങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ ഇമാം ജസൂലി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ശിഷ്യനും ഒരു കിണറ്റിന്റെ അരികിലേക്ക് വരികയാണ്. എന്നിട്ട് ഒളൂ ചെയ്യാൻ വേണ്ടി വെള്ളം എടുക്കാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് വെള്ളം വളരെ ആഴത്തിലായിരുന്നു. ഇമാം ജസൂലി റളിയല്ലാഹു അൻഹുവിന് എടുക്കാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് അങ്ങോട്ടൊരു പൊന്നുമോൾ വന്നുകൊണ്ട് കിണറ്റിലേക്ക് ആ പൊന്നുമോളുടെ ഉമിനീര് വെക്കുകയാണ്. അത്ഭുതം എന്ന് തന്നെ പറയട്ടെ, ദൃഷ്ടാന്തം എന്ന് തന്നെ പറയട്ടെ, കിണറ്റിലെ വെള്ളം പൊങ്ങി പൊങ്ങി വരികയാണ്. ഇമാം ജസൂലി റളിയല്ലാഹു അൻഹു അത്ഭുതത്തോട് ചോദിക്കുന്നുണ്ടായി, അല്ലയോ പൊന്നുമോളെ, നിന്നെ കൊണ്ട് ഇതെങ്ങനെയാണ് സാധിച്ചത്? ആ സമയത്ത് ഇമാം ജസൂലി റളിയല്ലാഹു അൻഹുവിനോട് പൊന്നുമോൾ പറയുകയുണ്ടായി, അല്ലയോ തങ്ങളെ, ഈ കിണറ്റിൽ വേണം ഉമിനീര് എന്നുള്ളത് അതെൻ്റെ നാവ് സ്പർശിച്ചിട്ടാണ് ഈ കിണറ്റിലേക്ക് വേണ്ടത്. എൻ്റെ നാവ് എന്നുള്ളത് അത് സലാത്ത് പറയുന്ന നാവാണ്. ഓ മുഅ്മിനീങ്ങളെ, സലാത്ത് പറയുന്ന നാവ് ഒരിക്കലും വെറുതെ ആവുകയില്ല. അതേപോലെ തന്നെ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ രാത്രി സമയത്ത് ഇന്നത്തെ പോലെ ഇലക്ട്രോണിക് ലൈറ്റോ മറ്റ് സാമഗ്രികളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വസ്ത്രം എല്ലാ വെളിച്ചത്തിൽ തുന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കയ്യിലുണ്ടായിരുന്ന സൂചി വീണു പോവുകയാണ്. ആ
ആയിഷ റളിയല്ലാഹുവിന് അതെടുക്കാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് അതാ നീലാരംഭമായി നിലനിൽക്കുന്ന നീലാകാശത്ത് വട്ടമിട്ട് പറക്കുന്ന നീലാകാശ പക്ഷി മുതൽ ആ ജീവിയുടെ ഗാതകർത്തത്തിൽ അടിയിലെ നാലഫിയ മത്സ്യം വരെ മടക്കാൻ കാരണക്കാരനായ ലോകത്തിന്റെ നേതാവ് അസ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് വരികയാണ്. ആ സമയത്ത് മുത്തുനബിയുടെ ഈമാനിന്റെയും ഇഖ്ലാസിന്റെയും തഖ്വയുടെയും പ്രകാശിക്കുന്ന വെട്ടിത്തിളങ്ങുന്ന ആ മുഖത്തിന്റെ പ്രകാശം കൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് നസുഖിക്കുകയാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് പറയുകയുണ്ടായി, നബിയെ, അള്ളാഹുവിന്റെ ദുനിയാവിലും അവന്റെ പരലോകത്തും അങ്ങയുടെ മുഖം കാണാൻ സാധിച്ചതിന് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂല് ആയിഷ റളിയല്ലാഹുവിനോട് ദുഃഖത്തോടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അല്ലയോ ആയിഷ, എന്റെ സമുദായത്തിൽ വെച്ച് ഒരു കൂട്ടർക്ക് ഈ ലോകത്തും എന്റെ മുഖം കാണാൻ സാധിക്കില്ല. ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, നബിയെ, അങ്ങ് ഉദ്ദേശിച്ച കൂട്ടർ ആരാണ്? ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായി, അല്ലയോ ആയിഷ, അതെന്റെ സമുദായത്തിൽ വെച്ചിട്ട് എന്റെ പേര് കേട്ടിട്ടും സലാത്ത് പറയാത്തവരാണ് മുഅ്മിനീങ്ങളെ. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. നാം ഓരോരുത്തരും അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സലാത്ത് അധികരിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാം ഓരോരുത്തരും അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സലാത്ത് അധികരിപ്പിക്കുക. എങ്ങനെയാണ് അതിനുകൊണ്ട് നാം ഓരോരുത്തർക്കും സാധിക്കാതിരിക്കുക? കാരണം സക്രാത്തുൽ മൗത്തിന്റെ സമയത്ത് പോലും അള്ളാഹുവിന്റെ റസൂൽ കരഞ്ഞത് നമ്മൾക്ക് വേണ്ടിയല്ലേ. യാ ഉമ്മത്തി യാ ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞു പോയ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, നാം ഓരോരുത്തരും അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സലാത്ത് അധികരിപ്പിക്കാൻ ശ്രമിക്കുക. ഞാൻ പ്രസംഗത്തെ നീട്ടിക്കൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല, അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖം എല്ലാ ലോകത്തും കാണുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരും എടുത്തുമാറാകട്ടെ. എല്ലാവരുടെയും കബറിടം അല്ലാഹു തആല നിസ്കരിക്കുന്ന തറാവീഹ് മുമ്പ് ചെയ്യുന്ന എല്ലാ പ്രതിഫലങ്ങൾക്കും എല്ലാ അമലുകൾക്കും അല്ലാഹു തആല തക്കതായ പ്രതിഫലം നൽകട്ടെ. ആമീൻ ആമീൻ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ എല്ലാവരുടെയും കബറിടം അല്ലാഹു തആല കൊടുക്കുമാറാകട്ടെ. മരിച്ചു പോകുന്ന ഓരോരുത്തർക്കും അല്ലാഹു തആല തക്കതായ ഷഹീദിന്റെ പ്രതിഫലം നൽകട്ടെ. ആമീൻ ആമീൻ ആമീൻ. റഹ്മതിക യാ അർഹമർ റഹീമീൻ. ദുആസ്സോടുകൂടി ഞങ്ങൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Yeah.